ഒരമ്മ തന്റെ കുഞ്ഞിന് മുലയൂട്ടുന്നതിന് കൂടെ ആ കുഞ്ഞിന് മാത്രമല്ല അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നത് ആ അമ്മയ്ക്ക് കൂടിയാണ്. കുഞ്ഞിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അതിന് കിട്ടുന്ന ഏക പോഷകാഹാരം എന്ന് പറയുന്നത് ഈ അമ്മയുടെ മുലപ്പാലാണ്. ആ കുഞ്ഞിന് വേണ്ട എല്ലാ ന്യൂട്രിയൻസും അതിന്ന് കിട്ടുന്നുണ്ട്. കുഞ്ഞിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കും എല്ലാം ഈ മുലപ്പാൽ വേണം. പിന്നെ കുഞ്ഞിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ മുലപ്പാൽ വേണം. ഇതല്ലാതെ അമ്മയ്ക്ക് കുറച്ച് ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ഒരു ബോണ്ട് സ്ട്രോങ് ആവും. ഇത് കൂടാതെ ചില സ്ത്രീകളിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോവാറുണ്ട്. അപ്പൊ ഈ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്ന സമയത്ത് അവർക്ക് നല്ലൊരു റിലാക്സേഷൻ ആണ്. അപ്പൊ പലർക്കും ഈ ഡിപ്രഷനൊന്നും ഇല്ലാതിരിക്കുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ്. പിന്നെ കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സ് വേറെയുണ്ട്. അതായത് സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒവേറിയൻ ക്യാൻസർ അഥവാ അണ്ഡാശയ ക്യാൻസർ, പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ, ഇതിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസിന്റെ സാധ്യതയും സ്ത്രീകളിൽ കുറയ്ക്കുന്നുണ്ട്. ആദ്യത്തെ 6 മാസക്കാലാണ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത്. ആ സമയം നമ്മൾ കുഞ്ഞിന് വേറെ ഒന്നും കൊടുക്കുന്നില്ലല്ലോ. അപ്പൊ ഇത്രയും കാലം നമ്മുടെ മെൻസസ് ഡിലേ ആയിരിക്കും. ഈ സമയത്ത് അതുകൊണ്ട് തന്നെ അടുത്തൊരു പ്രഗ്നൻസിയുടെ സാധ്യതയും ഇല്ലാണ്ടാവുകയാണ്. ഇതൊക്കെയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ബെനിഫിറ്റ്സ്. വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളെ ഗർഭപാത്രം വികസിച്ചു വരും. അപ്പൊ ഈ വികസിച്ച ഗർഭപാത്രം പഴയ ഒരു അവസ്ഥയിലേക്ക് തന്നെ, അതായത് പണ്ട് എത്ര ഉണ്ടായിരുന്ന വെയിറ്റിലേക്ക് തന്നെ എത്തിക്കണമെങ്കിൽ നമ്മൾ കുഞ്ഞ് ഓരോ തവണ ബ്രസ്റ്റ് സക്ക് ചെയ്യുന്ന സമയത്തും ഇത് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ പ്രീ പ്രഗ്നൻസി വെയിറ്റ്, അതായത് പ്രഗ്നൻസിക്ക് മുന്നേ ഉണ്ടായിരുന്ന വെയിറ്റിലേക്ക് എത്തിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്.